മണിക്കുട്ട ഇവന്റെ അച്ഛന്റെ പേരെന്തെന്നറിയാം? വെട്ടുകത്തി സുകുമാരൻ. വെട്ടുകത്തി സുകുമാരൻ. ഓ അവന്റെ ഇരട്ട പേര് വെട്ടോത്തി എന്നാണ്. അവൻ എവിടെ പോയാലും വെട്ടോത്തിയും കൊണ്ടേ പോകും. അല്ലല്ല, അവന്റെ അടുത്ത് കയറി ഉടയ്ക്കുക, അവൻ ചന്ന പിന്നാട്ട് വെട്ടി പിരിച്ചളയും. അവൻ എന്ത് വെട്ടുകത്തിയാണെങ്കിലും കോടാലിയാണെങ്കിലും കടാലിയാണെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും ഭാഷയും ചാടയും കാണിച്ചാല് ചവിട്ടിക്കൂട്ടി അവനെ മൂലിക്കിടിഞ്ഞാൽ അച്ഛനും പോവല്ലേ. അണ്ണാ അവൻ ടൂളും കൊണ്ടാണ് പറഞ്ഞെങ്കിലേ നമ്മൾ എന്തെങ്കിലും എടുത്ത് വെക്കണ്ടേ? എന്തിന് അവൻ വരട്ടെ ഇങ്ങോട്ട്, ഞാൻ ഉണ്ടാണ് എന്റെ കൂടെ. നീ എന്തോന്ന് അറിഞ്ഞിട്ടാണ് പറയണത്? അയാള് സൈക്കോയാണ്. എന്തോന്ന് സൈക്കോ? അല്ല സൈക്കോത്തരം തന്നെ കാണിച്ചോണ്ടിരിക്കണം ആ മോന്റെ അടുത്തും ഭാര്യ അടുത്തൊക്കെ. ഞാൻ കുറെ കാലമായിട്ട് കണ്ടോണ്ടിരിക്കാൻ. ഇങ്ങോട്ട് വരട്ടെ, കണക്കിന് കൊടുക്കാം. എല്ലാരും ഉണ്ടല്ല, എല്ലാരും കൂടെ സഭ കൂടി ഇരുന്ന് ചർച്ചയായിരിക്കും ഈ വെട്ടോത്തി സുകുമാരൻ എങ്ങനെ ഒതുക്കാന്ന്. എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടിട്ട് പറയാണ്. കഴിഞ്ഞ 6-7 മാസമായിട്ട് എന്റെ ചെറുക്ക ഇവിടെ നിന്ന് ജോലി ചെയ്യാണ്. അതിന്റെ ശമ്പള കുടിശ്ശിക മുഴുവനും വാങ്ങിച്ചോണ്ട് ഈ വെട്ടോത്തി സുകുമാരൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോവുള്ളൂ. മോനെ നീ വന്നേ, കേറി വേടാ, ധൈര്യമായിട്ട് വാ. നീ വന്നേ, വാ ഇവിടെ വന്നിരിക്കും. ചേട്ടാ വെട്ടോത്തി, ഇത് നിന്റെ മോൻ തന്നെയാണോ? ആ എന്നാണ് അവന്റെ തള്ള പറയണത്. അതൊന്നും നിനക്ക് കുഴപ്പമില്ല. ഇടം പൊരമാറി നിന്നെ പഠിച്ചിട്ടാടാ ഇവൻ സ്കൂളിൽ പോയിരിക്കുന്നത്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. താ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ ഒതുക്കാൻ വേണ്ടി ഈ പറട്ട് കിളവ ഇറക്കിയ ഗുണ്ടാലോട് തന്തേരെ പ്രായമുള്ള ഒരാളെ കിട്ടി പരട്ട് കിളവനെന്നാ. തനിക്ക് പോറ്റാനും നോക്കാനൊന്നും വൈകില്ലേ? താൻ പെണ്ണിട്ടാനെ കൊച്ചിനുണ്ടാക്കാനൊന്നും പോവല്ലേ? നിങ്ങളെ കാണാൻ നിങ്ങളുടെ മോന് പേടിയാണ്, അതറിയാമോ? നിങ്ങളെ പേടിച്ചാണ് പലപ്പോഴും അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, സ്കൂളിൽ പോലും പോവാ. മക്കളെ സുഖു ഇരി, ഞാൻ പറയട്ടാ ഇരി, ഇവിടെ ഇരി. നിനക്ക് അവളെയും പിള്ളേരെയും നോക്കാൻ പറ്റൂലെങ്കിലേ കളഞ്ഞിട്ട് പോരാ. കൊച്ചിനെയും അവളെയും ഞങ്ങൾ നോക്കിക്കൂടും. നീയൊക്കെ ഒരു മനുഷ്യനാടാ. നല്ല തടിയും തന്നെ ഉണ്ടല്ലോ. ജോലിക്ക് പോടാ, ജോലിക്ക് പോയിട്ട് ഭാര്യയും പിള്ളേരും നോക്ക്. പോടാ മാമ, മതിയാമ ഇന്ന എന്റെ അച്ഛനെ ഒന്നും പറയണ്ട. കണ്ട അവന്റെ സ്നേഹം കണ്ട? അതെങ്ങനെ? വല്ലപ്പോഴും ബോധം വരുമ്പോഴേ ഭാര്യനെ മോനെ കണ്ണിലോട്ടൊന്ന് നോക്കണം, ആ സ്നേഹം മനസ്സിലാവണമെങ്കിൽ. അച്ഛനൊന്നും ചെയ്യില്ലെങ്കിൽ വാ, മക്കളെങ്കിൽ വാ. വാടാ. ആറ് കുട്ടിയുള്ള 48കാരി അയൽ വീട്ടിലെ ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടി. അല്ല കാലം പോകുന്ന പോക്കേ. എന്താ കുഞ്ഞളി എന്നടാ മോനെ, എങ്ങനെയുണ്ട്? പുതിയ ഡ്രസ്സൊക്കെ ആണല്ലോ. മോന് പഠിച്ച് ആരാകാൻ ആഗ്രഹം? ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റ് കൊള്ളാടാ. നമ്മളെ കലാം സാറും ഇതുപോലെയായിരുന്നു. നിന്റെ ഈ പ്രായത്തിൽ എങ്ങനെ അധ്വാനിച്ച് 10 ഇടം വരെ പോയിട്ടുണ്ട്. നീ മിടുക്കനാവും. ലേറ്റ് ആവുന്നു, വാടാ. സുന്ദര ഈ ഷൂസ് മതിയോ? മതി. നീ ആശാന്റെ അടുത്ത് പറഞ്ഞാടാ. അണ്ണാ ഞാൻ പോവാണ്, അതുകൊണ്ട് ആശാനെ നന്നായിട്ട് നോക്കിക്കോണം. വാടാ തമ്പുരാനെ. എന്റെ ഒരു കണ്ണല്ല 2 കണ്ണും ആശാന്റെ വീട്ടിലുണ്ടാവും. ഇവൻ പോകുമ്പോഴും എനിക്ക് പാരയാണെന്നാ കണ്ടില്ലേ, ഒന്ന് വെച്ച് തന്നിട്ടാണ് പോയത്.